ഇന്ന് നമുക്കൊരു അടിപൊളി ടേസ്റ്റുള്ള ചന്ന മസാലേൻ്റെ റെസിപ്പി നോക്കിയാലോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. പുട്ടി, ചപ്പാത്തി, പൊറോട്ട, അതേപോലെ പൂരിക്ക് അടിപൊളി കോമ്പിനേഷനാണ്. ഇതുണ്ടാക്കാനായിട്ട് കാബോളി കടല അഥവാ വെള്ളക്കടല 8 മണിക്കൂർ കുതിർത്ത് വെച്ചതാണ്. ഇനി ഒരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് കടലയും വെള്ളവും ഉപ്പും ചേർത്തിട്ട് ഒരു 6 വിസിൽ, കടല വേവണനുസരിച്ച് വിസിൽ അടുപ്പിച്ചെടുത്തേ. ഇനി കടല വേവുന്ന ടൈം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള മസാല ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് പെരുംജീരകവും നല്ല ജീരകവും ഇട്ടൊന്ന് പൊട്ടിക്കുക. അതിലേക്ക് കുറച്ച് പട്ട ഇട്ടുകണേ. ഇനി ചെറുതായിട്ട് അരിഞ്ഞ വെല്ലുള്ളി, പച്ചമുളക്, അതേമാതിരി വെളുത്തുള്ളി, തക്കാളി, ഇത് മാത്രമേ ഞാൻ അതിലേക്ക് ചേർക്കണുള്ളൂ കേട്ടോ. ഇതെല്ലാം കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി നന്നായി വഴന്നു വന്നതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഈ 3 പൊടികളാട്ടോ ഞാൻ ചേർത്തെടുക്കണേ. നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക ആ എണ്ണയിൽ. അപ്പം അതാ കണ്ടില്ല, ഇതേപോലെ നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം ചൂടാറിയതിന് ശേഷം മിക്സീൻ്റെ ജാറിൽ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണേ. ഇതേപോലെയാണ് കേട്ടോ അരച്ചെടുക്കേണ്ടത്. ഇനി നമ്മൾ ആ വഴറ്റി അതേ പാത്രത്തിലേക്ക് ഈ മസാല ചേർത്ത് കൊടുത്തിട്ട് ഈ മിക്സിൻ്റെ ജാറിൽ കുറച്ച് വെള്ളവും ചേർത്ത് ഒഴിച്ചു കൊടുക്കണ്ടേ. ഇനി കടല വേവിച്ച വെള്ളത്തിൽ നിന്ന് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കടലയും ആ വെള്ളവും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം കേട്ടോ. മൂടി വെച്ച് നന്നായി തിളപ്പിച്ചെടുത്തോളി, നല്ല ടേസ്റ്റാണ്. ഈ കടല വെക്കുന്നതിനനുസരിച്ച് നല്ല ഗ്രേവി തിക്കായി കൊണ്ടേ നിൽക്കും കേട്ടോ. അപ്പം ആവശ്യത്തിന് കറീൻ്റെ അളവിനനുസരിച്ചിട്ട് ഗ്യാസ് ഓഫ് ചെയ്താൽ മതി കേട്ടോ. ഞാൻ കുറച്ചും കൂടി കുറുക്കി എടുക്കുന്നുണ്ട്. ഇപ്പോൾ അത്യാവശ്യത്തിന് കുറുകി വന്നിക്കണ്. ഞാൻ കുറച്ചും കൂടി കുറുക്കി എടുക്കണ്ടേ. എനിക്ക് പൂരിക്കൊക്കെ ആവശ്യത്തിനാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ടാൽ നല്ല അടിപൊളി ചന്ന മസാല റെഡി ആക്കണ്. സീരിയസ്ലി ഫ്രണ്ട്സ്, ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. പൂരിൻ്റെ കൂട്ടൊക്കെ അടിപൊളി ടേസ്റ്റുള്ള കറിയാണ്. ഇങ്ങനെ ഉണ്ടാക്കാത്തവർ ഉണ്ടാക്കി വെക്കുക. ഇങ്ങനെ തേങ്ങ അരച്ച് ചേർക്കൊന്നും വേണ്ട. നല്ല കൊഴുപ്പുള്ള ചാറോട് കൂടിയുള്ള കടലക്കറി റെഡി. ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ.